ലൈംഗിക പീഡന കേസിൽ നടൻ സിദ്ദിഖിന് ഉപാധികളുടെ ജാമ്യം സുപ്രീംകോടതിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് കർശന ഉപാധികളുടെ തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ജാമ്യം അനുവദിച്ചത്. സിദ്ദിഖ് അന്വേഷണത്തോട് സഹകരിക്കുന്നില്ല എന്ന് പോലീസ് കോടതിയെ അറിയിച്ചു. സുപ്രീംകോടതി മുൻകൂർ ജാമ്യം നൽകിയ സാഹചര്യത്തിൽ വിചാരണ കോടതിയിൽ ഹാജരാക്കി ജാമ്യവ്യവസ്ഥകൾ ഏർപ്പെടുത്തുക മാത്രമായിരുന്നു പോലീസിന്റെ നടപടിക്രമം. തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ ഹാജരായ സിദ്ദിഖിനെ അന്വേഷണ സംഘം 2 മണിക്കൂറിലധികം ചോദ്യം ചെയ്തു. ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തി. വൈദ്യപരിശോധന പൂർത്തിയാക്കി കോടതിയിലെത്തിച്ചു. കേസ് പരിഗണിച്ച കോടതിക്ക് മുന്നിൽ സിദ്ദിഖ് കേസ് അന്വേഷണത്തോട് സഹകരിക്കുന്നില്ലെന്നും അന്വേഷണ സംഘത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നുവെന്നും പ്രോസിക്യൂഷന്റെ വാദം. പോലീസ് വാദം കേട്ട കോടതി സുപ്രീംകോടതി മാർഗനിർദ്ദേശപ്രകാരം സിദ്ദിഖിന് ജാമ്യം അനുവദിച്ചു. കർശന ഉപാധികളോടെയാണ് ജാമ്യം. അന്വേഷണ ഉദ്യോഗസ്ഥൻ ആവശ്യപ്പെടുന്ന സമയത്ത് ഹാജരാകണം. സംസ്ഥാനം വിട്ടു പോകാൻ പാടില്ല. പാസ്പോർട്ട് കോടതിയിൽ ഹാജരാക്കണം. 1 ലക്ഷം രൂപ കെട്ടിവെക്കണം. കേസുമായി ബന്ധപ്പെട്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ അനാവശ്യ പ്രചരണം നടത്തരുത് എന്നിങ്ങനെയാണ് ഉപാധികൾ. വരും ദിവസങ്ങളിൽ നോട്ടീസ് നൽകി സിദ്ദിഖിനെ ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്താനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. 24 തിരുവനന്തപുരം.